കൂടെ നിന്ന് കുറച്ച് നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഉണ്ടല്ലേ അമ്മമാര്, അങ്ങനെ കുറേ നല്ല ആൾക്കാരുണ്ട്. അവരുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ഇന്ന് ഈ നിമിഷം ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. എനിക്ക് എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളിയെ എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് ചിലപ്പോൾ അവരെ അകത്തിയതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നെഞ്ചിലേറ്റിയതിനു ശേഷം അതിലും വേഗത്തിൽ എയറിലേക്ക് പറത്തിവിട്ട നമ്മുടെ സജനത്ത വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് സജനത്തയുമായി ബന്ധപ്പെട്ട റീൽസിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് സജനത്തയ്ക്ക് നമ്മളോട് പങ്കുവെക്കാനുള്ളത്? അതേ, ഏറെ ദുഃഖകരമായ ചില വെളിപ്പെടുത്തലുകൾ സജനത്ത നടത്തുകയാണ്. സജനത്ത ഇപ്പോൾ നിലവിൽ ഗർഭിണിയല്ല. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിരുന്നത് സജനത്ത 2 മാസം ഗർഭിണിയായിരുന്നു. ഇപ്പോൾ ആ 2 എന്നുള്ളത് ഒരുപക്ഷെ 4-ാം മാസത്തിലേക്ക് കടക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. യാതൊരുവിധ മാറ്റവും സജനത്തയുടെ ബോഡി ലാംഗ്വേജിലില്ല. സജനത്ത ഗർഭിണിയല്ലെന്നുള്ളത് 100% വെളിപ്പെട്ടിരിക്കുന്നു. അത് ആ ഒരു ഗർഭം സജനത്ത ഒഴിവാക്കിയിരിക്കുന്നു. ഗർഭം മാത്രമല്ല, മറ്റു ചില ആളുകളുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ചില നിർണായക വെളിപ്പെടുത്തൽ സജനത്ത നടത്തുന്നതിനോടൊപ്പം സജനത്ത ഒരു പഹയനെ പറ്റിച്ചു എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വെളിപ്പെടുത്തൽ കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. കൂടെ നിന്ന് കുറച്ച് നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഉണ്ടല്ലേ അമ്മമാര്, അങ്ങനെ കുറേ നല്ല ആൾക്കാരുണ്ട്. അവരുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ഇന്ന് ഈ നിമിഷം ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയാം. അതെ, സജനത്ത പറയുന്നത് തന്നെ നെഞ്ചിലേറ്റിയ അമ്മമാർ മാത്രമുള്ളത് കൊണ്ടാണ് താൻ ഇപ്പോൾ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. നമുക്കറിയാം, സജനത്ത പുറത്തിറങ്ങാൻ പോലും മടിക്കും. ഇനി പുറലോകം കാണില്ല, മാനക്കേട് കാരണം വീട്ടിൽ ഒതുങ്ങിയിരിക്കും, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുമെന്ന് കരുതിയവർക്കൊക്കെ തെറ്റി. അതിന്റെ പ്രധാന കാരണം തന്നെ നെഞ്ചിലേറ്റാൻ അമ്മമാർ വന്നു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അമ്മമാർ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു താരത്തെ നെഞ്ചിലേറ്റിയത്? അതിന്റെ ഏക കാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്ന്, താൻ ആ കുട്ടിയെ ഒഴിവാക്കില്ല. അതായത് തനിക്ക് അഭിഹിത ബന്ധത്തിലൂടെ ഉണ്ടായ കുട്ടിയാണെങ്കിൽ പോലും, പുക്കുറ്റിക്ക് ആ ഒരു കുട്ടിയെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും എനിക്ക് കുട്ടിയെ വേണമെന്ന് ഓള് പറഞ്ഞ ആ ഡയലോഗ് അമ്മമാരെ വളരെയേറെ സ്വാധീനിച്ചു. ആ ഒരു മാതൃസ്നേഹത്തിന് മുമ്പിൽ എല്ലാ അമ്മമാരും കടപുഴകി വീഴുകയായിരുന്നു. അത് മാത്രമല്ല, ഓൾ പ്രൊട്ടക്ഷൻ എടുത്തില്ല എന്നുള്ളത്. അതായത് സാധാരണ നിലയ്ക്ക് ഒരു പടുവേശ്യ ചെയ്യുന്ന രീതിയിലല്ലാതെ പ്രൊട്ടക്ഷൻ ഇല്ലാതെയുള്ള ചില കേളികൾ തന്നെയാണ് അത് നടത്തിയത്. അത്തരത്തിൽ പ്രൊട്ടക്ഷൻ ഇടാത്തത് കൊണ്ട് തന്നെ അമ്മമാർ ആ ഒരു രീതിയെ വലിയ രീതിയിൽ നെഞ്ചിലേറ്റുന്ന, അതായത് ഒരു കറകളഞ്ഞ വ്യക്തിത്വം, നേർക്കുനേർ പോരാട്ടം, അത്തരത്തിലൊരു യുദ്ധമുറ തന്നെയാണ് നമ്മുടെ സജനത്ത നടത്തിയത്. അതുകൊണ്ട് തന്നെ ഓളെ നെഞ്ചിലേറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അത് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കാൻ കാരണം. അഫ്കോഴ്സ് അതല്ല, ഒരു നെഗറ്റീവ് കമന്റ് ചെറുത് വരുമ്പോ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഉറപ്പായിട്ടും ഞാനത് ഭയങ്കര ഒരു, ഇവരെല്ലാം സത്യം പറഞ്ഞ ഇവരെല്ലാരും ആയിരുന്നു എന്റെ കൂടെ. തീർച്ചയായിട്ടും അത് അറിയാവുന്നവർക്ക് അറിയാമല്ലോ, കാരണം എന്താണെന്നുള്ളത്. പക്ഷെ വന്നു, എല്ലാം അനുഭവിക്കണമല്ലോ. ഞാൻ അതിനകത്തുനിന്ന് ഇങ്ങനെ ഉയർത്തെഴുന്നേച്ചു. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് ചിലപ്പോൾ അവരെ അകത്തിയതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു.
ഓ, ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് അർഹതയില്ലാത്ത ആളുകളെ കൂടെ നിർത്തുന്നത് തെറ്റാണ്. അത് കുട്ടി ഉണ്ടായെങ്കിൽ പോലും, ആ ഒരു കുട്ടിയുടെ വാപ്പയാണെങ്കിൽ പോലും ആ ഒരു പഹയനെ കൂടെ നിർത്തുന്നതിൽ യാതൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഓനെ ഒഴിവാക്കിയിരിക്കുന്നു. അതായത് പൂക്കുട്ടിക്കെയും പൂർണ്ണമായും പൂക്കുട്ടിയുടെ കൂടെ ഈ ഒരു വിഷയത്തിൽ തനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന ദിയാസനെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽപ്പെടും. അത്തരം ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഓൾ നടത്തിയിരിക്കുന്നത്. ഇനി ആരും തന്നെ ഈ ഒരു കോംബോ സക്സസ് ആയി ഒരു വിവാഹത്തിലേക്ക്, ഒരു നിക്കാഹിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. നെക്സ്റ്റ് ഏതാണ് ഇനി എടുക്കാൻ പോകുന്നത്? എനിക്ക് അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന്റെ ആ ഒരു സ്വഭാവത്തിൽ ചില മാറ്റം വരുത്തിയിരിക്കുന്നു. താരം തന്റെ പാഷനുകൾക്ക് പുറകെ പോകുന്ന രീതിയിലേക്ക്, വണ്ടികളിലേക്ക് ചിന്ത മാറിയിരിക്കുന്നു. ഒരു BMW താരം സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഏറെ ദുഃഖകരം എന്ന് പറയട്ടെ, ആ ഒരു BMW ബന്ധപ്പെട്ട് ചില നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആ ഒരു BMW ഇതിനു മുമ്പ് നമ്മൾ കേട്ടതാണ്, മലപ്പുറത്തുള്ള ഒരു മലപ്പുറത്തുള്ള ഒരു ഡീലറുടെ കയ്യിൽ നിന്നും ഈ വാഹനം എടുത്തിട്ട് 8-9 മാസത്തോളമായി ഇതുവരെ അയാൾക്ക് ബാലൻസ് ക്യാഷ് കൊടുത്തിട്ടില്ല. മലപ്പുറത്തുകാരന്റെ അടുത്ത് നിന്നും എടുത്ത വണ്ടിയല്ലേ, അയാൾക്ക് ഇതുവരെ കാശ് കൊടുത്തിട്ടില്ല. മാത്രമല്ല, ആ ഒരു പഹയനെ വണ്ടി എടുത്തു എന്ന് മാത്രമല്ല, ഓനെ കള്ള കേസിൽ കൊടുക്കുകയും ചെയ്തു. ഫുൾ ക്യാഷ് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായും തങ്ങളുടെ പേരിൽ ഈ ഒരു വണ്ടി മാറുമായിരുന്നു. വണ്ടി ഇപ്പോഴും മാറിയിട്ടില്ല. അൻവർ പി മേക്കേഴ്സ് എന്നുള്ള ഒരു പഹയൻ, വണ്ടി RC ബുക്ക് പ്രകാരം ഇപ്പോഴും എന്റെ പേരിലാണ്, പെട്രോൾ അടിക്കാൻ പണമുണ്ടെങ്കിൽ ആ ബാക്കി തുക കൂടി ഇങ്ങോട്ട് തന്നേക്ക് എന്നുള്ളൊരു കമന്റ് ഓന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഏറെ നാണക്കേട്. ഇതുപോലൊരു പ്രമുഖ താരത്തിന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അവാർഡ് മേടിക്കാൻ വേണ്ടി, അതായത് തണൽ സംഘടനയുടെ അവാർഡ് ഓൾക്ക് കിട്ടിയിരിക്കുന്നു. ഓളുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സമഗ്ര സംഭാവന തന്നെയാണ് കലാലോകത്തിന് ഓള് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സംഭാവന മാനിച്ച് ഓൾക്കൊരു അവാർഡ് കൊടുത്തിരിക്കുകയാണ്. അവാർഡ് മേടിക്കാൻ വന്ന സീനുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മറ്റൊരു സോഷ്യൽ മീഡിയ താരമായ മുകേഷൻ നായർ എന്ന് പറയുന്ന ആ ഒരു പഹയനുമത്ത് ഒരേ കളർ മാച്ച് ഡ്രസ്സിലൊക്കെ വന്നിട്ട്, ഒരുപക്ഷെ പൊട്ടഷൻ ഇല്ലാതെ പോലുമുള്ള പരിപാടികൾക്ക് വലിയ താല്പര്യമുള്ള ഒരു പഹയനാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. സജനത്ത ഓന്റെ അടുത്തേക്ക് വന്ന് കൈ കൊടുക്കുമ്പോൾ ഓളെ പായിപ്പിച്ചു വിടുന്ന ഓന്റെ ഭാര്യയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സജനത്ത ഏഴയലത്ത് പോലും വരുന്ന മുകേഷിനെ പോലുള്ള ഒരു പഹയന്റെ ഭാര്യ പോലും ഇഷ്ടപ്പെടുന്നില്ല. അതായത് സജനത്തെ എന്ന് പറയുന്ന ഈ ഒരു താരത്തെ കാണുമ്പോൾ ഏതൊരു ഭാര്യമാരും നടുങ്ങുന്ന, തങ്ങളുടെ ഭർത്താക്കന്മാരെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് നിരവധി സ്ത്രീകൾ ഭയക്കുന്ന ഒരു താരമായി സജനത്ത മാറുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്നാൽ യാതൊരു സങ്കോചവും കൂടാതെ സജനത്ത തന്റെ പ്രേക്ഷകർക്ക്, തന്നെ നെഞ്ചിലേറ്റിയവർക്ക് ഉമ്മം കൊടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ച ആരെയും കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അന്ന് ചെയ്തയാളാ, വേറെ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് കേട്ടോ. ലവ് യു. അതായത് ഇപ്പോഴും താരത്തെ നെഞ്ചിലേറ്റാൻ നിരവധി ആളുകൾ, അതായത് പൊട്ടഷൻ ഇല്ലാത്ത ഒരു പഹയത്തെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഓളം നെഞ്ചിലേറ്റാൻ ഇപ്പോഴും ഞരമ്പന്മാരടക്കമുള്ള ആളുകൾ ബാക്കിയുണ്ട് എന്നുള്ളത് ഏറെ ഞെട്ടുളവാക്കുന്ന സംഭവം തന്നെയാണ്. അതായത് അമ്മമാർ മാത്രമല്ല, ഇപ്പോഴും നിരവധി ആളുകൾ തന്നെ നെഞ്ചിലേറ്റുന്നു. അമ്മമാർ ഒരുപക്ഷെ ആ ഒരു മാതൃസ്നേഹം കണ്ടിട്ട്, അല്ലെങ്കിൽ ഓളുടെ ആ ഒരു കറകളഞ്ഞ വ്യക്തിത്വം കണ്ടിട്ടാണ് നെഞ്ചിലേറ്റുന്നതെങ്കിൽ, ഓള സൗന്ദര്യം കണ്ടിട്ട്, ഓളം മൊഞ്ച് കണ്ടിട്ട് ഇപ്പോഴും നെഞ്ചിലേറ്റാൻ നിരവധി പഹയന്മാരുണ്ടെന്നുള്ളത് ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. അതിനിടയിൽ ചില നിർണായക വെളിപ്പെടുത്തൽ കൂടി ഓള് നടത്തുകയാണ്. വരട്ടെ. ഒരു മോഡൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. നെക്സ്റ്റ് ഏതാണ് ഇനി എടുക്കാൻ പോകുന്നത്? എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിൽ ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിനിടയിലും ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ, സജനത്തയുടെ ഗർഭത്തിന് വേണ്ടി കാത്തിരുന്ന, സജനത്തയുടെ ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരുന്ന, നമുക്കറിയാം 4ഓളം കുട്ടികൾ ഓൾറെഡി ഉൾക്കൊണ്ട് സജനത്ത ഗർഭിണിയായി പ്രസവിക്കുമെന്നുള്ള രീതിയിൽ വലിയ കാത്തിരിപ്പ് നടത്തിയ നിരവധി ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് കനത്ത തിരിച്ചടി, വലിയ രീതിയിലുള്ള ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക്, വലിയൊരു ട്രോമയിലേക്ക് അത്തരക്കാരെ തള്ളിയിട്ടുകൊണ്ട് ആ ഒരു ബന്ധമില്ലാതായിരിക്കുന്നു. നിക്കാഹില്ലെന്ന് മാത്രമല്ല, ഗർഭിണിയുമല്ല, ഒപ്പം തന്നെ താൻ നെഞ്ചിലേറ്റിയ വാപ്പയെ പോലെ കണ്ട, താൻ ദൈവത്തെ
ദൈവത്തെ പോലെ കണ്ട ആ ഒരു പകയൻ, ആ ഒരു വ്യക്തിത്വ, തൻ്റെ ഇക്ക തനിക്ക് ഒന്നുമല്ലാതായിരിക്കുന്നു. ഇക്കയെ കറിവേപ്പിലയെ പോലെ എടുത്തു കളഞ്ഞിരിക്കുന്നു. താനേറെ സ്നേഹിച്ച ഒരു വാപ്പയെ പോലെ കണ്ട, ദൈവത്തെ പോലെ കണ്ട, തനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന ആ ഒരു ഇക്ക തന്റെ ജീവിതത്തിൽ ഒന്നുമല്ലാതായിരിക്കുന്നു. ഇക്കയെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക. അതുമായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.